നീ ഇവിടെ 7-8 വർഷം മുമ്പ് ചായക്കട നടത്തുന്ന മാധവൻ ചേട്ടന്റെ വീട്ടിലെ എരുമയെ മോട്ടിച്ചു വിറ്റ ഞാൻ പിടിക്കപ്പെട്ടപ്പോ നാട്ടിൽ നിന്ന് മുങ്ങി ഇവിടെ പൊങ്ങി. അല്ല, ഇവിടെ എന്താ പരിപാടി? അതിവിടുത്തെ ഏറ്റവും വലിയ പണക്കാരനും കോടീശ്വരനുമായ മൂർക്കമ്പറമ്പിൽ പാപ്പച്ച മുതലാളിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയാണ് ഞാൻ. നല്ല താമസം, നല്ല ശമ്പളം, നല്ല ചാപ്പാട്. അപ്പൊ രക്ഷപ്പെട്ടു അല്ലേ? പിന്നെ അപ്പൊ നാട് വിടാൻ തോന്നിയ നിന്റെ ഭാഗ്യം. എല്ലാത്തിനും അതിന്റേതായ ഒരു റൂട്ടുണ്ടല്ലോ ഉണ്ണികൃഷ്ണ. പക്ഷെ നീ രക്ഷപ്പെട്ടെങ്കിലും നിന്റെ മുഖത്തിപ്പോഴും ആ ഒരു കള്ള ലക്ഷണമുണ്ട്. അത് നീ എനിക്കിട്ടൊന്ന് വെച്ചതാണല്ല. ലോകത്തിലെ എല്ലാ വലിയ മനുഷ്യരുടെ മുഖത്തും ഒരു കള്ള ലക്ഷണം ഉണ്ടാവും. അതൊക്കെ പോട്ടെ, മഹാരാജ ടാക്കീസിലെ 4 ലേഡീസുമായിട്ട് നിനക്കെന്താ അടുപ്പം? ഞങ്ങള് നൈബേഴ്സ് അല്ലേ? അത് പറഞ്ഞല്ല, അല്ലാതെ നിനക്കെന്താ ഒരു ഇക്കുമത്ത്? അതൊക്കെ ഉണ്ട്. എങ്ങനൊക്കെ? നീ ആരോടെങ്കിലും പറയൂ? ഞാൻ ആരോടും പറയില്ല. നീ പറ. എടാ, അവിടുത്തെ ഗംഗ അല്ല, യമുന അല്ല, പിന്നെ ഉണ്ണിമായ. അതെ. എടാ കള്ള, ആ കുട്ടി എപ്പോഴും എന്നെ ഫോൺ ചെയ്യും. മിസ് കോളാ? അല്ല, ഞങ്ങൾ ഒരുപാട് സംസാരിക്കും. ആ കുട്ടി പാട്ട് പാടും. എന്തൊക്കെ തമാശകളാ കുട്ടി പറയുന്നത്. ആ കുട്ടി തമാശ പറയും, പാട്ട് പാടും. പിന്നെ എടാ കള്ള, അവൾക്ക് ഇൻകമിംഗ് അല്ലേ ഉള്ളൂ, ഔട്ട് ഗോയിങ് ഇല്ലല്ലോ. അവള് സംസാരിക്കാത്ത പെണ്ണല്ലേ. എന്നോട് വേണോ നിന്റെ നമ്പർ? നീ എന്താ ആലോചിക്കുന്നത്? ഏയ് ഒന്നുമില്ല. നീ വിളിച്ചാൽ അവൾ ഇറങ്ങി വരൂ? ഹേയ്, അവിടം വരെ ഒന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. ചിന്തിക്കണം. അവളെ പ്രേമിച്ച് എത്രയും വേഗം നീ അടിച്ചോണ്ട് പോകുന്ന നിന്റെ മിടുക്ക് തന്നെയല്ല, പെണ്ണിന്റെ മനസ്സാ എപ്പോഴാ മാറുന്നെന്ന് പറയാൻ പറ്റില്ല. പിന്നെ നാട്ടുകാരൻ എന്ന നിലക്ക് അവൾ അടിച്ചോണ്ട് പോകാനുള്ള ടാക്സിയും അതിനുള്ള പണവും ഞാൻ സ്പോൺസർ ചെയ്യും. എന്താ? അയ്യോ, നീ ആരോടും പറയല്ലേ? ഇല്ല, ആരോടും പറയില്ല. അപ്പോ നമ്മൾ യുദ്ധഭൂമിയിലേക്ക് ഇറങ്ങുകയാണ്. വിമല നിസ്സാരക്കാരിയല്ല, അവൾ ഝാൻസി റാണിയാണ്. അവളുമായി പടവെട്ടി യുദ്ധം ചെയ്ത് ഞാനും മുതലാളിയും കൂടി നിങ്ങളുടെ കല്യാണം നടത്തി തരും. ഇത് ഭരതവാക്യം. തൽക്കാലം നീ ഇത് വെച്ചോ. എന്തിനാണെന്നാ? ഒരു സേഫ്റ്റിക്ക് വേണ്ടി ഞാൻ വേറെ ഒരെണ്ണം സംഘടിപ്പിച്ചോളാം. അപ്പോൾ നമ്മൾ തുടങ്ങുകയായി. ഓക്കെ കേട്ടോ വേണു സാറേ, കൃത്യസമയത്ത് സാർ ഇടപെട്ടുകൊണ്ടാണ് ആ വിമലയ്ക്ക് നീതി കിട്ടിയത്. അല്ലെങ്കിൽ ഈ കേസ് അവർക്ക് പ്രതികൂലമായിട്ട് മാറിയാനെ. ഒരു മിനിറ്റ്, ഈ യൂണിഫോം ഇട്ട് കഴിഞ്ഞാല് എനിക്ക് രാഷ്ട്രീയക്കാരെന്ന് പറഞ്ഞ ഒരു പ്രത്യേക സ്നേഹമാണ്. പ്രത്യേകിച്ച് പഞ്ചായത്ത് പ്രസിഡന്റിനെ. കുറെ നാളെ നീ മുട്ടുകാലൊക്കെ പ്രവർത്തിച്ചിട്ട്. താങ്ക് യു സർ. താങ്കളെ പോലെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ് ഇന്ന് കേരളത്തിന് ആവശ്യം. പക്ഷെ പറഞ്ഞിട്ടെന്താ കാര്യം? എങ്ങനെങ്കിലും ഒരു പ്രതിയെ പിടിച്ച് 2 എണ്ണം പൊട്ടിച്ച് കേസ് തെളിയിക്കുമ്പോഴേക്കും വരത്തില്ലേ ഒരവകാശ കമ്മീഷന്മാര്? അത് നേരെ. പക്ഷെ ഈ SI അമ്മണി രായന്റെ അടുത്ത് ഒരു പണി നടക്കില്ല. ദേഷ്യം കയറി കഴിഞ്ഞാൽ പിന്നെ ഞാൻ പുലിയാണ്, ചീറ്റപ്പുലി. ഞാൻ പുലിയാന്ന് പറയുമ്പോ എല്ലാരും പോവോ ബഷീർ അവിടെ നിൽക്കേ വരട്ടെ. സാർ ഇറങ്ങിക്കോളൂ. സാറിന് ഞാനൊരു കാർഡ് തരല്ലേ? അതുണ്ടോ? ഉണ്ടോ, എന്തിലുണ്ട്? എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയണം. ശരി. ഞാൻ തന്റെ പേരിൽ കേസ് ചാർജ് ചെയ്യണോ അതോ? വേണ്ട സാറേ, വേണ്ട. എന്നാ കുറച്ച് ചിക്കന് മുടക്കേണ്ടി വരും. എത്ര വേണേലും മുടക്കാം. സത്യം? വേദനൊന്നും എടുത്തില്ലല്ലോ? ഇല്ല, ഇടയ്ക്കിടയ്ക്ക് ഉള്ളതായി. എന്റെ കർത്താവേ, ഈ സ്റ്റേഷനിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് ഇതുപോലൊരു കോള് തടയുന്നത്. നിനക്ക് സ്തുതി. ഇന്ന് ഞാനൊരു ഫുൾ മെഴുകുതിരി കത്തിക്കും. സഹായിച്ചതിന് ഒത്തിരി നന്ദിയുണ്ട് വേണു. നമ്മൾ തമ്മിൽ ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? ഞാൻ ചെയ്ത എന്റെ കടമയാണ്. ആ മനസ്സെനിക്ക് നന്നായിട്ടറിയാം. വേണു പ്ലീസ്. ഞാനൊന്നും പറയുന്നില്ല. പക്ഷേ ഇങ്ങനെ എത്ര നാൾ? എനിക്കറിയില്ല വേണു. അനിയത്തിമാർക്കൊരു ജീവിതം, അത് മാത്രമേ ഇപ്പൊ മനസ്സിലുള്ളൂ. വേണുവിന് വേണം ഒരു കുടുംബം, കുട്ടികൾ, എല്ലാം. നല്ലൊരു കൂട്ടുകാരനായിട്ട് വേണു എന്നും എന്റെ മനസ്സിലുണ്ടാവും. അതിനപ്പുറം ഒന്നും പ്രതീക്ഷിക്കരുത്. ഞാൻ ചെല്ലട്ടെ വേണു, സമയമായി. ഒരു നിമിഷം. ഇപ്പൊ എന്നെക്കുറിച്ച് പറഞ്ഞൊന്നുമല്ല ആ മനസ്സിലെന്ന് എനിക്കറിയാം. പക്ഷേ എന്നെങ്കിലും, എത്ര വൈകിയാലും ആ മനസ്സിലെ തീരുമാനം മാറ്റാൻ തോന്നിയാൽ എന്നെ അറിയിക്കണം. പ്രതിസന്ധികളെയും കുപ്രചരണങ്ങളെയും മറികടന്ന് ഇന്നു മുതൽ മഹാരാജ ടാക്കീസിന്റെ നയന മനോഹരമായ വെള്ളിത്തിരയിൽ സൂപ്പർ ഹിറ്റ് ചലച്ചിത്രം പോക്കിരി രാജ. സ്വാമിനാഥൻ എന്ന യുവ പ്രൊജക്ടർ ഓപ്പറേറ്ററുടെ കരവിരുതിലൂടെ നിങ്ങൾക്ക് തന്റേടിയും പോക്കിരിയുമായ പോക്കിരി രാജയെ കാണാം. ദിവസേന വർണ്ണശബളമായ 3 പ്രദർശനങ്ങൾ. മുതലാളി പടക്കം പൊട്ടിച്ചത് വെറുതെയായി. എന്നാൽ ഇത്രയും പെട്ടെന്ന് അവളുമാരി ടാക്കീസ് തുറക്കുന്നു ഞാൻ വിചാരിച്ചില്ല. ആ കഴിവേറി ബഷീർ ഇങ്ങനെ മലക്കം അറിയുമെന്ന് ആരറിഞ്ഞു? അനൗൺസ്മെന്റ്. നയന മനോഹരമായ സ്ക്രീനിൽ സൂപ്പർ ഹിറ്റ് ചലച്ചിത്രം. മുതലാളി, നമ്മളെ ഈ സമയത്ത് കണ്ടു ആകെ നാണക്കേടാ. മുതലാളി കാരണത്ത് കയറിയുന്നു. കരവിരുതിലൂടെ നിങ്ങൾക്ക് തന്റേടിയും പോക്കിരിയുമായ പോക്കിരി രാജയെ കാണാം. ഞാൻ കാറി കയറിയിരിക്കാം. ഞാനും കൂടി അടക്കല്ലേ.
തടസ്സങ്ങളും അഭിക്കാടുകളും മറികടന്ന ശത്രുക്കളുടെ നാവടക്കിയും പാപ്പച്ചന്മാരുടെ മുനയൊടിച്ചു. മഹാരാജ ടാക്കീസ് പുതിയ ഭാവത്തിലും രൂപത്തിലും ഇന്നു മുതൽ തുറന്ന് പ്രവർത്തനം ആരംഭിക്കുന്ന വിവരം നിങ്ങളേവരെയും സന്തോഷപൂർവ്വം അറിയിച്ചു കൊള്ളുന്നു. കാണാൻ വരുന്നവരുണ്ടെങ്കിൽ പോരടാ നോട്ടീസ്. ആണത്തമില്ലാത്തവന്മാരെ, പെണ്ണുങ്ങളോട് പടവെട്ടാൻ വരുന്ന രണ്ടും കെട്ടവന്മാരെ നിങ്ങൾ സൂക്ഷിച്ചോളുക. നിങ്ങളുടെ തല കൊയ്യാനായി ഇതാ പോക്കിരി രാജ എത്തുന്നു. താടി വെച്ചവന്മാരും താടി വെക്കാത്തവന്മാരും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നവന്മാരും കേൾക്കാൻ വേണ്ടി പറയാം, പോക്കിരി രാജ, പോക്കിരി രാജ, പോക്കിരി രാജ. മതി മതി, തൃപ്തിയായി, വിട്ടോ വിട്ടോ. ഇന്നു മുതൽ മഹാരാജ ടാക്കീസിൽ കണ്ട പരസ്യമായിട്ടല്ലേ കോളാമ്പിക്കുടി മുതലാളിയുടെ പേരെടുത്ത് പറഞ്ഞവൻ കളിയാക്കിയത്. അത് അവളുമാർ അവനെ കൊണ്ട് പറയിക്കുന്നതാ. പക്ഷെ ഞാനാരാ മോൻ? അവളുമാർക്കിട്ടൊരു വലിയ വെടിമരുന്നിട്ടല്ലേ ഞാനിവിടെ വന്നിരിക്കുന്നേ. ഇനി 1-2 മാസത്തേക്ക് ഏത് രാജ കളിച്ചാലും കാണാൻ ഒരു കുഞ്ഞു പോലും ആ ടാക്കീസിലേക്ക്. അതെന്താ മുതലാളിയാണ് ടാക്കീസ് നടത്താൻ പോണത്? എന്റെ സ്ഥലത്ത് എന്റെ ചെലവിൽ ഓപ്പൺ എയറിൽ നാട്ടുകാർക്ക് മൊത്തം ഓസിന് കാണാൻ നാളെ മുതൽ ആരംഭിക്കുന്നു പുന്നപ്ര ശിവന്റെ നേതൃത്വത്തിൽ ഇക്കിളിപ്പെടുത്തുന്ന കമല ലോക്കൽ സർക്കസ്. കമ്മലും ലോക്കറ്റും? കമല ലോക്കറ്റൊന്നും അല്ല, പിന്നെ കമല ലോക്കൽ സർക്കസ്. കമല ലോക്കൽ സർക്കസ്. മുതലാളി എന്റെ ദൈവമാ. കഴിഞ്ഞ ആഴ്ച ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോ ഇനി എന്ത് വേലക്ക് പോണെന്നൊരു എത്തും പിടിയില്ലാതെ നിൽക്കുമ്പോഴാണ് എന്റെ മുതലാളി ഈ പണി എന്നെ ഏൽപ്പിച്ചത്. ആളുകൾ എങ്ങനെ ഉണ്ടായിരുന്നു ശിവ? ആളെങ്ങനെ ഉണ്ടായിരുന്നെന്നാ? സൂപ്പർ സ്റ്റാർ രജനീകാന്തിന്റെ പടം റിലീസ് ഉണ്ടാകുന്ന ആളില്ലേ, അതിന്റെ ഇരട്ടിയായിരുന്നില്ലേ? സംഭാവന പിരിക്കണ്ടെന്ന് മുതലാളി പറഞ്ഞോണ്ടാ, ഇല്ലെങ്കിൽ പാത്രം നിറയെ ചുള വീണേനെ. ആണോ? പിന്നല്ലാണ്ട് ഷോ കാണാൻ ആളില്ലാണ്ട് ടാക്കീസ് പൂട്ടിയിട്ട് 1 അല്ല 2 ഷോ നടന്നില്ല. ഇങ്ങനെ പോയാൽ അവളുമാരുടെ കാര്യം കട്ട പോകാം. അപ്പൊ എന്റെ കണക്കുകൂട്ടൽ പഴച്ചില്ല. 1-2 മാസം ആളില്ലാതെ ടാക്കീസ് പൂട്ടിയിട്ട് അവളുമാർ അവിടെ ഈച്ച അടിച്ചിരിക്കും. മുതലാളി, എന്താണ് രാവിലെ ആളുകൾ വിളിച്ച മനുഷ്യനെ പേടിപ്പിക്കുന്നത്? കമല സർക്കസ് മുങ്ങി. അയ്യോ, നാട്ടുകാർ ടെന്റ് വിളിച്ച് തീയിടുകയും ചെയ്തു. എന്റെ കർത്താവേ, അവളാ ആ വിമലി ആ സർക്കസ് കൂടാതെ തീയിട്ടത്. അവളെ ഞാൻ മുതലാളി, ഞാനൊന്ന് പറയട്ടെ. ആ സർക്കസുകാരൻ ശിവനില്ലേ, അവനല്ല ശിവൻ, പുന്നപ്ര ശിവൻ. കാര്യം പറയടാ. നമ്മുടെ ടെന്റിന്റെ അടുത്ത വീട്ടിൽ കുളിച്ചോണ്ടിരുന്ന കാമാക്ഷിയുടെ 3 പവന്റെ മാലയും പൊട്ടിച്ചോണ്ട് അവൻ ഓടി. ഈ മാലയും കൂടി ചേർത്ത് അവളുടെ 5ാമത്തെ മാലയാണ് പോണത്. എന്നിട്ട് കാമാക്ഷിയുടെ കരച്ചിലേട്ട് ഓടിക്കൂടിയ നാട്ടുകാർ അവരെ പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു. അയ്യോ, കുഴപ്പാവും. എല്ലാം കഴിഞ്ഞപ്പോഴല്ലേ കാമാക്ഷി കാര്യം പറയണം. എന്ത് കാര്യം? ആ മാല മുക്ക് കൊണ്ടുവരുന്നെന്ന്. ഈ ശിവനുണ്ടല്ലോ 40ഓളം കേസിലെ പ്രതിയാണത്രേ. മാല എവിടെ കണ്ടോ അത് പൊട്ടിക്കലാണ് അവന്റെ പ്രധാന ഹോബി. അല്ല, അവൻ പോലീസിനോട് എന്റെ പേരെങ്ങാനും പറയൂ? പിന്നെ പറയാതിരിക്കോ? മുതലാളിയല്ലേ അവനെ കൊണ്ടുവന്നത്. പേടിപ്പിക്കല്ലേ, അവൻ എന്റെ പേരൊന്നും പറയല. അങ്ങനെ പറഞ്ഞ് സമാധാനിച്ചോ? പാവം മുതലാളി. കാശ് മുടക്കാൻ മാത്രമേ യോഗമുള്ളൂ, ഒന്നിനൊരു ഫലമില്ല. പിന്നെ കടയിലെ സാധനങ്ങളൊക്കെ തീർന്നു. ആ കേശവന്റെ കടയിൽ നിന്ന് മേടിച്ചോടാ. എന്നാലും ക്യാഷായിട്ട് തരില്ലല്ലേ?